മൈമു സ്പേസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് 2024 ജനുവരിയിൽ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയ ട്രിപ്പിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായി പോയി, എന്നാലും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചേച്ചിയും ചേട്ടയും കാനഡയിൽ നിന്ന് 6 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ് വേളാങ്കണ്ണിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ ജനുവരിയിൽ തന്നെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇന്നോവ കാറിലാണ് കേട്ടോ പോയത്. കോതമംഗലം നേര്യമംഗലം ആ റൂട്ടിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കുറേശ്ശെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണുക, എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ചെറുതായി വിശക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇച്ചായി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നിർത്തി എനിക്കുള്ള ആഹാരമൊക്കെ വാങ്ങിച്ചു തന്നു. ആഹാരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലത്തെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഛർദ്ദിക്കാൻ വരലും അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കൂടി കഴിച്ചില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ കറക്റ്റായിട്ട് ഓൺ ടൈമിലൊക്കെ സെറ്റ് ചെയ്ത് തരും ഇച്ചായൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റായിരുന്നു, ചെറിയ തണുപ്പും വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ രസമായിരുന്നു യാത്ര. അങ്ങനെ ഒത്തിരി നേരത്തെ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ തമിഴ്നാടൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന വലിയൊരു സംശയമാണ്, നമ്മൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും അധികം തെങ്ങോ മാവോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. ചിലപ്പോൾ ഇനി ഉള്ളേരിയയിലാണോ എന്നറിയില്ല. എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ കേരളത്തിലേക്കാളും കൂടുതൽ കൃഷിയും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലാണ് ഉള്ളതെന്ന്. ക്ലൈമറ്റ് കാര്യങ്ങളാണെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് പ്രശ്നമില്ല, വേറെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ പച്ചക്കറിയും കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ചെയ്യണേന്ന് തോന്നാറുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ കയറുമ്പോഴാണ് ഇത്രയധികം തെങ്ങൻ്റെ കണ്ണിൽ പെടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാവിലെ കഴിച്ച ഫുഡൊക്കെ ദഹിച്ച് ഏകദേശം ഉച്ചയ്ക്കുള്ള വിശപ്പൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ തമിഴ്നാട്ടിൽ എത്തിയായിരുന്നല്ലോ.
അപ്പോൾ തമിഴ്നാട് സ്റ്റൈല് ഊണാണ് ഞങ്ങൾ കഴിച്ചത്. നമ്മുടെ നാട്ടിലത്തെ അത്രയും ടേസ്റ്റൊന്നും പറ്റിയില്ലെങ്കിലും വിശപ്പ് മാറ്റണമല്ലോ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് സ്റ്റൈല് ഊണൊക്കെ കഴിച്ച് മോരൊക്കെ കൂട്ടി സാമ്പാറൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. വൈകുന്നേരത്ത് ചായ കുടിക്കുന്ന സമയമായപ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നടുവൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. രാവിലെ 6:30 തുടങ്ങിയ യാത്ര 7 മണിയാകുമ്പോഴത്തേക്കും അവസാനിച്ചു. ഞങ്ങളിവിടെ വേളാങ്കണ്ണി എത്തി റൂമെടുത്തു. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ്. വൈകുന്നേര സമയത്തുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഭയങ്കര തിരക്കൊക്കെ ആട്ടോ. എപ്പോൾ ചെന്നാലും ഈ ഒരു തിരക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ പള്ളിയിലേക്ക് പോകാറില്ല. രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് പോവാറ്. 9 മണിക്ക് എല്ലാ ദിവസവും മലയാളം കുർബാനയുണ്ട്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ സമയം ഇങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. തലേദിവസം നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോരാം എന്നുള്ള പ്ലാനിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അതങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് എളുപ്പമെന്ന് തോന്നും. കാരണം പകൽ സമയത്ത് നല്ല വെയിലായിരിക്കും. രാത്രിയാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയം എടുത്ത് എല്ലാ കടകളിലും കയറി ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് അതൊരു നല്ലൊരു ടൈമായിരിക്കും സന്ധ്യാസമയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ തലേദിവസം ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയായിരിക്കില്ല പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു സമാധാനം ഫീൽ ചെയ്യും. അത് നമ്മൾ വേളാങ്കണ്ണി ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും തോന്നാറുള്ളത്. പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ പള്ളിയിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് 2-3 പള്ളികളുണ്ട്. എല്ലാ പള്ളികളിലും നമ്മൾ കയറാറുണ്ട്. അവിടെ കയറി നേർച്ചയൊക്കെ ഇട്ട് നമ്മൾ പ്രാർത്ഥിച്ച് സമാധാനമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോരുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ മുട്ടയിൽ നിരങ്ങി നീങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ച ചെയ്യുന്ന ആളുകളെ കാണാം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. വേളാങ്കണ്ണിയിൽ വരുമ്പോൾ ചിലർ തലമുടി മുട്ടയടിച്ചിട്ട് പോവാറുണ്ട്. പിന്നെ 1-2 നേർച്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ അവിടെ താലി കിട്ടും. ആ താലി വാങ്ങിച്ചിട്ട് നമ്മളവിടെ ഒരു ആൽമരം ഉണ്ട്, അവിടെ പോയി കെട്ടിക്കഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്ന് പറയാറുണ്ട്. പിന്നെ നമുക്ക് താഴ് വാങ്ങാൻ കിട്ടും.
താഴ് വാങ്ങി നമ്മളവിടെ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ കാര്യങ്ങൾ ശരിയാകുമെന്ന് ഒരു വിശ്വാസം. പിന്നെ കുട്ടികളില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവിടെ തൊട്ടിൽ വാങ്ങാൻ കിട്ടും, ചെറിയ നമ്മുടെ ടവൽ വെച്ചിട്ട് ഇങ്ങനെ അവർ റെഡിയാക്കിയിട്ടുള്ളൊരു തൊട്ടിൽ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കെട്ടിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസം. പല രീതിയിലും പലരും വിശ്വസിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. എല്ലാവരുടെയും വിശ്വാസം എല്ലാവരെയും രക്ഷിക്കട്ടെ. നമ്മൾ രാവിലെ കുർബാന കാണാൻ വന്നത് ഈ പള്ളിയിലാണ് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. അപ്പോൾ പലരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളല്ല, പല മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവർ വന്ന് നോക്കുക. ഒരു ട്രിപ്പായിട്ടാണെങ്കിലും വന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് പോകുന്നതും വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണല്ലോ. ഞങ്ങളുടെ ഈ വേളാങ്കണ്ണി ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള വേണു ബിരിയാണിയും കൂടി കഴിച്ചിട്ടാണ് പോകുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. നിങ്ങൾ ഇതുവരെ വേളാങ്കണ്ണി പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ നിങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലവും കൂടി നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനിയും എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്.